എനിക്കൊരു ടിപ്സ് പറഞ്ഞുതരാം. ഇത് എൻ്റെ ഒരു ബോട്ടമാണ് കേട്ടോ. ഞാൻ പുതിയത് വാങ്ങിച്ചതാണ്, പക്ഷേ ഇതിന് കുറച്ച് ലെങ്ത്ത് കുറവാണ്. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ തുണിയൊക്കെ വെച്ച് ഇവിടെ അടിക്കുമ്പോൾ അതൊരു വൃത്തികേടായി മാറില്ലേ? അപ്പോൾ അത് വേണ്ട. പിന്നെ അതിന് സ്യൂട്ടായിട്ട് കിട്ടാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാകും. അപ്പോൾ അത് വേണ്ട. നമ്മളിപ്പോൾ ഈ തയ്യലിൻ്റെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ വാങ്ങുന്ന കടകളിൽ ഇതുമാതിരിയുള്ള ലൈസ് കിട്ടും. അധികം റേറ്റ് ഒന്നുമില്ല ഇതിന്. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് വാങ്ങാം. ഏത് കളർ വേണമെങ്കിലും ഉണ്ട്. ഇതിപ്പോൾ ഇതിവിടെ ഇങ്ങനെ പിങ്ക് വന്നിരിക്കുന്നതുകൊണ്ട് ഞാൻ ഈ ഒരു ഷെയ്ഡാണ് ഇത് കിട്ടിയത്. ഇതിൻ്റെ ലൈറ്റ് ഷെയ്ഡ് നോക്കിയിട്ട് കിട്ടിയില്ല. പിന്നെ ഇവിടെ വൈറ്റ് ആയ കാരണം ഇത് ഓക്കെ ആകും എന്നുള്ള ഇതിൽ ഇതെടുക്കുക. എന്നിട്ട് നമുക്കിതങ്ങ് കറക്റ്റാക്കിയിട്ട് അതങ്ങ് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ ഈ സൈഡൊന്നും മടക്കി അടിക്കേണ്ടി വരില്ല. കാര്യം ഇവിടെ ഇങ്ങനെ ഒരു വർക്കുള്ളത് കൊണ്ട് സൈഡൊന്നും മടക്കി അടിക്കേണ്ടി വരില്ല. കറക്റ്റായിട്ട് ഇത് കിട്ടും. നമ്മൾ വേറെ തുണികളൊക്കെ ആണെങ്കിൽ ഇവിടെ മടക്കി അടിക്കണം നൂലെല്ലാം അപ്പോൾ വലിഞ്ഞു നിൽക്കും. അതാകെ ഒരു വൃത്തികേടായിട്ട് നമുക്ക് തോന്നും. ഇതിപ്പോൾ ഇങ്ങനെ അടിക്കുക, ഇങ്ങനെ വെച്ചടിക്കുക, കറക്റ്റ് അളവിൽ ഇങ്ങനെ വെച്ചടിക്കുക. ഇവിടെ ഒരു ജോയിൻ, അതറിയാമല്ലോ, ജോയിൻ കൊടുക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ആ ഒരു 2-3 ഇഞ്ചൊക്കെ ഉണ്ട്, അത് മതി. അതിൻ്റെ ഒരു കുറവേ ഇതിലുള്ളൂ. കറക്റ്റാകും. പിന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. നിങ്ങൾക്ക് വേറൊരു കാര്യം കാണിച്ചു തരാം. ഇപ്പം നമ്മളിത് ഇങ്ങനെ ഒരു മെറ്റീരിയൽസ് എടുത്തിട്ട് ഇത് സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ. മെറ്റീരിയൽ എടുത്തതാണ്. നമ്മുടെ പട്ടുപാവാട എല്ലാം തയ്ക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ്. ഞാൻ ജസ്റ്റ് ഒരു ടോപ്പ് തയ്ച്ചു എന്ന് മാത്രം. എന്നിട്ട് ഇത് അങ്ങനെ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ ലൈസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇത് 42 ഇഞ്ചേ ഉള്ളൂ കേട്ടോ ലെങ്ത്. അപ്പോൾ കുറച്ച് ഹൈറ്റ് ഉള്ളവർക്ക് ഇത് ഇറക്കം കുറവായിട്ട് തോന്നും. നോർമൽ ഹൈറ്റുകാർക്ക് കുഴപ്പമില്ല. കുറച്ച് ഹൈറ്റ് ഉള്ളവർക്ക് ഇത് ഇറക്കം. അപ്പം നമുക്കിത് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ കോൺട്രാസ്റ്റ് ഇവിടെ കൊടുത്തേക്കുന്ന കളറോ അല്ലെന്നുണ്ടെങ്കിൽ കോൺട്രാസ്റ്റ് കളറോ അല്ലെ ഇതിലുള്ള ഏതെങ്കിലും ഒരു പൂവിൻ്റെയോ എന്തെങ്കിലും വാങ്ങിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം നമുക്ക് ഇറക്കം കിട്ടും. ലെങ്ത്ത് കൂട്ടാനുള്ള ഒരു ലൈസാണിത്. വലിയ റേറ്റ് ഒന്നുമില്ല ഇതിന്. ഇങ്ങനെ നമുക്ക് വൃത്തിയായിട്ട് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു ഭംഗിയാകും. വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് കൂട്ടി എടുക്കാനും പറ്റും, ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ സ്ലീവിന് ചിലപ്പോൾ ചിലവർക്ക് ഡിസൈൻ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ആ സ്ലീവിലേക്കും ഇങ്ങനെ ഇത് വെച്ചിട്ട് അടിച്ചു കൊടുക്കാം. കണ്ടോ, സ്ലീവിലേക്കും ഇപ്പം ഇതിൽ വർക്കുണ്ട്. ചിലപ്പോൾ സ്ലീവിൽ വർക്കൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ വെച്ചിട്ട് അടിച്ചു കൊടുക്കാൻ പറ്റും സ്ലീവിൽ. പിന്നെ വി കഴുത്ത് വെക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ വി നെക്കായിരിക്കും കേട്ടോ. ഈ വി നെക്കാവുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പാറ്റേൺ കൊടുക്കാം. കണ്ടോ, ഇതിങ്ങനെ അടിക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം, അടിക്കേണ്ട രീതികൾ പറഞ്ഞുതരാം. ഇതുപോലെ ഈ പാച്ച് വർക്ക് ഇല്ലെങ്കിൽ നമുക്ക് വീനൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുക്കുക. കണ്ടോ, ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണല്ലോ വീനൊക്കെ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇതിൻ്റെ പ്ലെയിനാണ് മെറ്റീരിയൽ എങ്കിൽ നമുക്ക് കോൺട്രാസ്റ്റോ അല്ലെ സെയിം കളറോ ഏതാച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഇഷ്ടത്തിന് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഏത് കളർ വേണമെന്നുണ്ടെങ്കിലും ഉണ്ട്. ഇതിന് വലിയ റേറ്റ് ഇല്ല. അപ്പോൾ ഓക്കെ, നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.